ഹായ് അമീസ്, ആരേഷുവ സീസൺ 2ന്റെ 8th എപ്പിസോഡാണ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോണത്. അതായത് ലാസ്റ്റ് എപ്പിസോഡ്. ഈ എപ്പിസോഡിന്റെ സ്റ്റാർട്ടിങ് തന്നെ ഒരു ബീച്ചാണ് കാണിക്കുന്നത്. അവർ ബീച്ചിലൂടെ നടക്കുന്നുണ്ട്, പാരാസെയിലിംഗ് ചെയ്യാൻ പോവാണ്. അപ്പോൾ അവർക്ക് ഒരു ടാസ്ക് കൊടുക്കുന്നുണ്ട്. എന്താന്ന് വെച്ചാൽ 2 സാധനങ്ങൾ കൊടുക്കുന്നുണ്ട്. അത് പൊട്ടാതെ അതിന്റെ ഷേപ്പ് മെയിൻറ്റെയിൻ ചെയ്ത് തിരിച്ചേൽപ്പിക്കുക. അതാണ് ടാസ്ക്. പൊട്ടിയ മറ്റേ ഡിജിറ്റൽ മിനിമലിസത്തിലേക്ക് 1 അവർ കൂടെ കൂടും. ദേ പോണ് 2 നമ്മൾ മുങ്ങോ വീഴോ എന്നൊക്കെ പോണേന്റെ ഇടയ്ക്ക് ചോദിക്കുന്നുണ്ട്. 2-3 വട്ടം ഒക്കെ വെള്ളത്തിൽ മുക്കുന്നുണ്ട്. പിന്നെ അങ്ങനെ 2 റൗണ്ട് കഴിഞ്ഞപ്പം 2ഉം തിരിച്ചിറങ്ങി. പക്ഷെ അപ്പോഴേക്ക് ആ സൂക്ഷിക്കാൻ കൊടുത്ത സാധനങ്ങൾ ഒന്ന് ഒടിഞ്ഞു പോയി, മറ്റേതാണെങ്കിൽ നനഞ്ഞും പോയി. അങ്ങനെ ഡിജിറ്റൽ മിനിമലിസത്തിലേക്ക് 1 ഹവർ കൂടെ കൂടി. പിന്നെ 2ഉം കുളിയൊക്കെ കഴിഞ്ഞ് പോകുമ്പോഴാണ് നമ്മുടെ ജിന്നേട്ട തിരിച്ചു വിളിക്കുന്നത്. നമ്മുടെ മറ്റേ ടാസ്കിന്റെ സമയത്ത് ജിന്നേട്ടനെ വിളിച്ചിട്ടുണ്ടായിരുന്നല്ലോ, അപ്പൊ ഫോൺ എടുത്തില്ല. ഇപ്പോഴാണ് ആള് തിരിച്ചു വിളിക്കുന്നത്. ജിന്നേട്ടനോട് ആ ക്വസ്റ്റ്യൻ ഒക്കെ ചോദിക്കുന്നുണ്ട്. പാവം ജിന്നേട്ടൻ അതിന്റെ ആൻസർ ഒക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. പക്ഷെ ജിന്നേട്ടാ, ഞങ്ങൾ ഓൾറെഡി ഫുഡ് കഴിച്ചു കഴിഞ്ഞു. പിന്നെ എന്തൊക്കെയോ കുറെ കാര്യങ്ങളൊക്കെ അവർ സംസാരിക്കുന്നുണ്ട്. പിന്നെ ആ ഡിജിറ്റൽ മിനിമലിസത്തിന്റെ ഡ്യൂറേഷന് വേണ്ടിയിട്ട് ഗെയിം കളിക്കുന്നുണ്ട്. ജിമിൻഷിയാണ് മൊത്തത്തിൽ പ്രാന്തടിച്ച് പണ്ടാരടങ്ങിയിരിക്കുന്നു. തെറ്റുത്തര പറഞ്ഞ് ലാസ്റ്റ് ഒന്ന് കറക്റ്റ് പറഞ്ഞു. അങ്ങനെ 4 മണിക്കൂറുള്ള ഡിജിറ്റൽ മിനിമലിസം 3 മണിക്കൂറായി. ജിമിൻഷിക്കാണ് വലിയ പ്രശ്നം. ഇനിയിപ്പോ ആ 3 മണിക്കൂർ എന്ത് ചെയ്യുന്ന ആലോചിച്ച് ലാസ്റ്റ് ഒരു ഗെയിം കളിക്കാനായി. പിന്നെ റൂമിലെത്തി ഡിന്നർ കഴിക്കാൻ പോണതാ കാണിക്കുന്നത്. എപ്പോഴത്തെ പോലെ കുറെ ഡിഷസ് നിരത്തി വെച്ചിട്ടുണ്ട്. പക്ഷെ ഓരോന്നും എടുക്കണം എന്നുണ്ടെങ്കിൽ ഗെയിം കളിച്ച് ജയിക്കണം. അങ്ങനെ കുറെ ഗെയിമൊക്കെ കളിച്ച് ഡിഷസ് ഒക്കെ എടുക്കുന്നുണ്ട്, പിന്നെ കഴിക്കുന്നുണ്ട്. അതിന്റെ ഇടയിൽ കൂടെ കൂക്കി ജിമിൻഷിനെ വരയ്ക്കുന്നുണ്ട്. പിന്നെ ഫുഡൊക്കെ കഴിച്ച് അവർ തിരിച്ചു പോണതാ കാണിക്കുന്നത്. ഈ നൈറ്റ് വ്യൂ നല്ല രസമുണ്ട് കാണാൻ, നിറച്ച് തോണികളൊക്കെ ആയിട്ട്. കൂക്കിയാണെങ്കിൽ ഇവിടെ നല്ല റൊമാൻറ്റിക് ആണെന്നൊക്കെ പറയുന്നുണ്ട്. ഈ ഒരു ക്ലിപ്പാണ് കുറെ മുന്നേ സ്പോയിലറാന്ന് പറഞ്ഞു വന്നിരുന്നത്. ഇവർ 2 പേരും കൂടെ തോണിയിൽ ഇങ്ങനെ പോവാണ്. ആകാശം നോക്കി ഓരോന്ന് പറയുന്നുണ്ട്. അതിൽ ജിമിൻഷി പറയുന്നുണ്ട്, കൂക്കി ഇന്നലെ കൂർക്കം വലിച്ചതുകൊണ്ട് മരയ്ക്ക് ഉറങ്ങാൻ പറ്റില്ലാന്ന്. അപ്പൊ പാവം കുക്കി സോറിയൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് ഓൾ ദ ബെസ്റ്റ് ബാങ്താൻ എന്ന് പറഞ്ഞിട്ട് മെഴുകുതിരിയും കത്തിച്ച് വെള്ളത്തേക്ക് ഒഴുക്കി വിടുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് അവര് തിരിച്ചു പോവാണ്. പോണ വഴിക്ക് വീണ്ടും ഗെയിം കളിക്കുന്നുണ്ട്. അങ്ങനെ കളിച്ച് ആ ഡിജിറ്റൽ മിനിമലിസം 2 മണിക്കൂറായി കുറച്ചു. ജിമിൻഷിന്റെ മുഖത്ത് ആ സന്തോഷം നോക്ക്. പിന്നെ പോണത് മസാജ് സെന്ററിക്കാണ്. 2 പേരും ഡ്രസ്സൊക്കെ മാറിയെന്നു. പിന്നെ മസാജ് ചെയ്യാൻ പോയി. കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ ഇപ്രാവശ്യം ഞാൻ ഉറങ്ങൂല എന്നൊക്കെ കൂക്കി പറയുന്നുണ്ട്. എവിടുന്ന് 5 മിനിറ്റ് കഴിഞ്ഞപ്പോ തന്നെ 2 ഇറങ്ങി. മസാജിങ് ഒക്കെ കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോഴാണ് അതിനേക്കാളും വലിയ കോമഡി. എല്ലാരും കൂടെ കൂട്ടക്കയ്യടി. എന്തപ്പത്, എല്ലാവർക്കും ഭ്രാന്തായ. സംഭവം എന്താന്ന് വെച്ചാൽ ലാസ്റ്റ് ഡേ ക്രൂ മെമ്പേഴ്സിന് മൊത്തം മസാജ് ചെയ്യിക്കാമെന്ന് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എല്ലാരും കുറെ കഷ്ടപ്പെട്ടതല്ലേ, പോയി മസാജ് ചെയ്യട്ടെ. അതിനാണ് ഈ കയ്യടി. അങ്ങനെ എല്ലാവരും മസാജ് ഒക്കെ ചെയ്തു. അതിന്റെ ഇടയിൽ കൂടെ കൂക്കി അവിടെ ഉണ്ടായിരുന്ന ഒരു മാംഗോ ജെല്ലി എടുത്ത് കഴിക്കുന്നുണ്ട്. മാധവൻ ഇത് എടുക്കുന്നു. പിന്നെ റൂമിൽ തിരിച്ചെത്തി ഡിജിറ്റൽ മിനിമലിസം സ്റ്റാർട്ട് ചെയ്തു. ഈ സമയത്ത് അവരൊരു ഗെയിം കളിക്കുന്നുണ്ട്. 2 പേർക്കും കുറച്ച് ഐറ്റംസ് കൊടുക്കുന്നുണ്ട്. ഇത് 2 പേരും ഒളിപ്പിച്ച് വെക്കണം, എന്നിട്ട് അത് കണ്ടുപിടിക്കണം. ശരിക്കും പറഞ്ഞാൽ ഇതൊരു ലോങ് പ്രോസസ്സാണ്. ഈ എപ്പിസോഡിന്റെ പകുതി മൊത്തം ഇവരിത് തെരഞ്ഞെടുക്കുന്നു. ലാസ്റ്റ് തെരഞ്ഞ് 2നും ഭ്രാന്ത് പിടിക്കുന്നുണ്ട്. ജിമിൻഷിക്ക് അതിന്റെ ഇടയിൽ കൂടി നേരത്തെ കൂക്കി അടിച്ച് മാറ്റിയ മാംഗോ ജെല്ലി കിട്ടുന്നുണ്ട്. കൂക്കി ഒളിപ്പിച്ച ഒരു സാധനം ജിമിൻഷിക്ക് കിട്ടിയില്ല എന്നൊരു മൊമെന്റിലൊക്കെ എത്തുന്നുണ്ട്. ഇനി അതങ്ങനെ ജിമിൻഷി കണ്ടുപിടിക്കുമോ എന്നുള്ള എക്സ്പ്രഷനാണ് കൂക്കിക്ക്. ഇങ്ങനെ തെരഞ്ഞാൽ ഇനി 5-6 മണിക്കൂർ തിരയേണ്ടി വരും. ജിമിൻഷിക്ക് 2 ഐറ്റംസ് കിട്ടുന്നുണ്ട്. ഇനിയിപ്പോ ഇതെന്തിനാ കളിച്ചതെന്ന് വെച്ചാൽ രാവിലെ എണീക്കാനുള്ള സമയത്തിന് വേണ്ടിയിട്ടാണ്. ജിമിൻഷിക്ക് 2 ഐറ്റംസ് കിട്ടിയതുകൊണ്ട് ജിമിൻഷിക്ക് 10 മണി എണീക്കാം. കുക്കിക്ക് ഒന്നും കിട്ടാത്തതുകൊണ്ട് കുക്കി 8 മണിക്ക് എണീക്കണം. പിന്നെയും സമയം പോകാൻ വേണ്ടിയിട്ട് അവർ കുറെ ഗെയിം കളിക്കുന്നുണ്ട്. അങ്ങനെ പിറ്റേന്ന് നേരം വെളുത്തു. കുക്കി 8 മണിക്ക് എണീറ്റു. ജിമിൻഷി ആണെങ്കിൽ വൈകിട്ട് എണീറ്റ്. പിന്നെ പോണത് ഫുഡ് കഴിക്കാനാണ്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞ് അവർ ഈ ട്രിപ്പിന്റെ മൊത്തം ഫീഡ്ബാക്ക് ഒക്കെ പറയുന്നുണ്ട്. ഇത്രയേ ഉള്ളൂ നമ്മുടെ ആരേഷുവ സീസൺ 2. ഇനി സീസൺ 3 വരുമോന്ന് അറിയില്ല. മേ ബി വരുമായിരിക്കും. വരുവാണെങ്കിൽ അന്റാർട്ടിക്ക പോയി ജിമിൻഷി പെൻഗ്വിന് ഷെയ്ക്കാൻ കൊടുക്കണമൊക്കെ നമുക്ക് കാണാം. അപ്പോൾ ഓക്കെ അമീസ്, വീണ്ടും സന്ധിക്ക് വരേക്കും വണക്കം.